മലയാളികളുടെ സ്വന്തം മണപ്പുറം ഫിനാൻസിനെ കുറിച്ച് ഇന്ന് പുറത്തുവന്ന വാർത്തകൾ നിക്ഷേപകരെ തെല്ലെന്നുമല്ല ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഇന്ന് ജനുവരി 9 വെള്ളിയാഴ്ച. മണപ്പുറം ഫിനാൻസിന്റെ ഓഹരികൾ 7% ഇടിവ് നേരിട്ടാണ് ഓഹരി വിപണിയിൽ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. എന്താണ് മണപ്പുറം ഫിനാൻസിൽ സംഭവിക്കുന്നത്? എന്തിനാണ് റിസർവ് ബാങ്ക് ഈ ഇടപാടിൽ തടസ്സങ്ങൾ ഉന്നയിച്ചത്? നിക്ഷേപകർ ഇപ്പോൾ എന്തെല്ലാം ചെയ്യണം? നമുക്ക് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ചു നാളുകളായി മണപ്പുറം ഫിനാൻസിനെ ഏറ്റെടുക്കാൻ ആഗോള നിക്ഷേപക സ്ഥാപനമായ ബെയിൻ ക്യാപിറ്റൽ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഈ വലിയ നീക്കത്തിന് ഇപ്പോൾ RBI ഒരു ചുവപ്പുകൊടി കാണിച്ചിരിക്കുകയാണ്. ബെയിൻ ക്യാപിറ്റൽ സമർപ്പിച്ച അക്വിസിഷൻ പ്ലാനിൽ റിസർവ് ബാങ്ക് ചില ശക്തമായ ഒബ്ജക്ഷനുകൾ ഉന്നയിച്ചു. പ്രധാനമായും മണപ്പുറം ഫിനാൻസിന്റെ ഉടമസ്ഥാവകാശ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് RBI അതൃപ്തി പ്രകടിപ്പിച്ചത്. ഒരു ധനകാര്യ സ്ഥാപനം മറ്റൊന്ന് ഏറ്റെടുക്കുമ്പോൾ RBI കർശനമായ പരിശോധനകൾ നടത്താറുണ്ട്. ഇതിനെ ഫിറ്റ് ആൻഡ് പ്രോപ്പർ ക്രൈറ്റീരിയ എന്നാണ് പറയുന്നത്. ഈ പരിശോധനയിൽ ബെയിൻ ക്യാപിറ്റലിന്റെ പുതിയ പ്ലാനുകൾ RBIക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിപണിയിൽ വലിയൊരു വിൽപ്പന സമ്മർദ്ദമുണ്ടായി. രാവിലെ വ്യാപാരം തുടങ്ങിയപ്പോൾ തന്നെ മണപ്പുറം ഓഹരികൾ താഴേക്ക് പതിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഏകദിന ഇടിവുകളിലൊന്നാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളം ആസ്ഥാനമായുള്ള ഏറ്റവും വലിയ NBFCകളിൽ ഒന്നാണ് മണപ്പുറം. സ്വർണ്ണപ്പണയ രംഗത്ത് ഇവർക്ക് വലിയൊരു വിപണി വിഹിതമുണ്ട്. അതുകൊണ്ട് തന്നെ മണപ്പുറത്തിനുണ്ടാകുന്ന ഓരോ ചലനവും കേരളത്തിലെ സാധാരണക്കാരായ നിക്ഷേപകരെയും ബാധിക്കും. ബെയിൻ ക്യാപിറ്റലുമായുള്ള ഈ ഡീൽ നടന്നാൽ അത് കമ്പനിയുടെ മൂലധനം വർദ്ധിപ്പിക്കാനും കൂടുതൽ വളർച്ചയ്ക്കും സഹായിക്കുമെന്നായിരുന്നു പലരും കരുതിയിരുന്നത്. എന്നാൽ RBIയുടെ ഈ നീക്കം ആ പ്രതീക്ഷകൾക്ക് ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. ഇനി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇത്തരം വാർത്തകൾ വരുമ്പോൾ പരിഭ്രാന്തരായി പണം പിൻവലിക്കുന്നത് പലപ്പോഴും നഷ്ടമുണ്ടാക്കും. RBIയുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു വിശദീകരണം കൂടി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. മണപ്പുറം ഫിനാൻസിനെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സൂക്ഷ്മമായി നിരീക്ഷിക്കാവുന്നതാണ്. വരും ദിവസങ്ങളിൽ കമ്പനി മാനേജ്മെന്റ് ഈ വിഷയത്തിൽ എന്ത് മറുപടി നൽകും എന്നതും വളരെ പ്രധാനമാണ്. നിങ്ങൾ ഓഹരി വിപണിയിൽ പണം ഇടുന്നവരാണെങ്കിൽ കമ്പനികളുടെ ബിസിനസ് പോലെ തന്നെ പ്രധാനം അവയുടെ ഗവേണൻസും റെഗുലേറ്ററി ചട്ടങ്ങളുമാണെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ബാങ്കിംഗ് മേഖലയിൽ RBIയുടെ നിയമങ്ങൾ വളരെ കർക്കശമാണ്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഇതൊരു നിക്ഷേപ നിർദ്ദേശമല്ല. നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നടത്തുക. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഉപദേഷ്ടാവുമായി ചർച്ച ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം സാമ്പത്തിക വീഡിയോകൾ അറിയാൻ എക്കണോമിക്സ് ടൈംസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. Yeah.